മുണ്ടയാംപറമ്പ് ഗ്രാമദീപം സ്വാശ്രയ സംഘം 25ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 3 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ഗ്രാമോത്സവം നടത്തുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിയിൽ പ്രദേശത്തെ കുടുംബശ്രീകളുടെയും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള വിവിധ തുറകളിലുള്ള ആളുകളുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഏപ്രിൽ 3-ാം തീയതി രചനാ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. കഥാരചന, കവിതാരചന തുടങ്ങി ചിത്രരചനയും കാർട്ടൂൺ രചനയും ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഏപ്രിൽ 4-ന് കായിക മത്സരങ്ങളാണ്. കായിക മത്സരങ്ങളിൽ മാരത്തോൺ ഉൾപ്പെടെയുള്ള മത്സരങ്ങളുണ്ട്. ചെസ്സ്, ക്യാരംസ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ഷട്ടിൽ ടൂർണമെൻറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയാണ്. ഏപ്രിൽ 5-ന് കവിയരങ്ങ് ആണ് സംഘടിപ്പിക്കുന്നത്. പ്രദേശത്തുള്ള കവികളുടെ ഒരു സംഗമവും കവിത ആലാപനവുമാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ ഇരുൾ പടരാതിരിക്കാൻ എന്ന ഒരു ശാസ്ത്ര പരീക്ഷണ ക്യാമ്പ് കൂടി ഇതിനോടനുബന്ധിച്ച് നടത്തുകയാണ്. ഏപ്രിൽ 6-ാം തീയതി ഞായറാഴ്ച കുട്ടികളുടെ ക്യാമ്പാണ്. 100-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന വലിയൊരു ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. 6ഓളം പ്രഗത്ഭരായ അധ്യാപകരാണ് ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി എത്തുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് സമാപിക്കുക. അന്നേ ദിവസം തന്നെയാണ് ഈ ഗ്രാമോത്സവത്തിലെ പ്രധാനപ്പെട്ട ഒരു പരിപാടി, മനുഷ്യച്ചങ്ങല. ലഹരിക്കെതിരായ ഒരു വലിയ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ആ നാട് ഒരുമിക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 6 ഞായറാഴ്ച. വള്ളിത്തോട് മുതൽ എടൂര് വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല തീർക്കുന്നത്. കൃത്യം 5 മണിക്ക് കുടുംബശ്രീയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചങ്ങല കോർത്തുകൊണ്ട് ലഹരിക്കെതിരായ പ്രതിജ്ഞയെടുക്കുന്ന മഹത്തരമായ ഒരു ചടങ്ങ് അന്നേ ദിവസം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി ഏപ്രിൽ 7-ന് രാവിലെ നടക്കുകയാണ്. ഏപ്രിൽ 7-ന് രാവിലെ 6 മണിക്ക് ഒരു മിനി മാരത്തോൺ മുണ്ടയാംപറമ്പ് ക്ഷേത്ര കവാടത്തിൽ നിന്ന് ആരംഭിച്ച് കമ്പനി നിരപ്പ്, എളമ്പ, എടൂര് വഴി മുണ്ടയാംപറമ്പിൽ സമാപിക്കുന്ന 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു മിനി മാരത്തോൺ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ്. ഇപ്പോൾ 200-ൽ പരം ആളുകളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. അവർക്കുള്ള യൂണിഫോം, ടീഷർട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ഭാവിയിലും ഇത് എല്ലാ വർഷവും തുടർന്ന് പോകാൻ വേണ്ടി സാധിക്കുന്ന നിലയിലാണ് ഈ മാരത്തോൺ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ 7-ാം തീയതി ആണ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ക്രിക്കറ്റ് മത്സരം പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു ചിത്ര പ്രദർശനം ഫോട്ടോ പ്രദർശനമാണ്. ശ്രീ മനോജ് ഇരിട്ടി, രവി പാറയ്ക്കൽ, നന്ദൻ മാസ്റ്റർ, അതുപോലെ നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ 100-ലധികം ചിത്രങ്ങൾ, ഫോട്ടോഗ്രാഫിയും അതുപോലെ വരച്ച ചിത്രങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുകയാണ്. 7 മുതൽ 11 വരെ ഈ ചിത്ര പ്രദർശനം നമ്മുടെ സൗവർണിക ഗ്രന്ഥാലയത്തോട് ചേർന്ന ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. തുടർന്ന് ഏപ്രിൽ 8-ാം തീയതി ചൊവ്വാഴ്ച ഷട്ടിൽ ടൂർണമെൻറ്റും അതുപോലെ നാടൻ പാട്ട് മേളയും നടക്കുകയാണ്. നാടൻ പാട്ട് സംഘടിപ്പിക്കുന്നത് രാത്രിയിലാണ്. അതൊരു ക്യാമ്പ് ഫയർ മാതൃകയിലാണ് നടത്തുന്നത്. നാടൻ പാട്ടിലെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രദേശത്തുള്ള 12-ൽ പരം ടീമുകൾ, 4 പേര് വീതമുള്ള 12-ൽ പരം ടീമുകളാണ് ഈ നാടൻ പാട്ടിൻ്റെ ക്യാമ്പ് ഫയർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. രാത്രി 10 മണി വരെ നീളുന്ന ഒരു വലിയ പരിപാടി ആഘോഷമാക്കിയിട്ട് നാടൻ പാട്ട് സംഗമം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 9-ാം തീയതി ബുധനാഴ്ച കുട്ടികളുടെയും പൊതുവിഭാഗത്തിൻ്റെയും വിവിധങ്ങളായ മത്സരങ്ങൾ, പ്രസംഗവും സംഗീതവും ലളിതഗാനം, മോണോ ആക്ട്, മിമിക്രി ഉൾപ്പെടെയുള്ള 12ഓളം ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിന് രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷം പൊതുവിഭാഗത്തിനുമുള്ള ഇത്തരം സ്റ്റേജ് മത്സരങ്ങൾ മുണ്ടയാംപറമ്പ് ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ കലോത്സവത്തിലെ ജഡ്ജസാണ് ഇത് വിലയിരുത്തുന്നതിന് വേണ്ടി എത്തുന്നത്. തുടർന്ന് ഏപ്രിൽ 10-ാം തീയതി രാത്രിയിലാണ്, വൈകുന്നേരമാണ്, 6 മണി മുതലാണ് പരിപാടി. നൃത്തനിശ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ പരിപാടി പ്രദേശത്തുള്ള കലാകാരികളുടെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് മാറും. അതും മത്സരാടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, അതുപോലെ സിംഗിൾ ഡാൻസ്, കപ്പിൾ ഡാൻസ്, ഭരതനാട്യം, കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അന്നേ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അത് വിലയിരുത്തുന്നതിനും നമ്മുടെ പ്രധാനപ്പെട്ട ജഡ്ജസാണ് എത്തുന്നത്. ഇതിൻ്റെ സമാപന ദിവസം ഏപ്രിൽ 11-ആണ്. ഏപ്രിൽ 11-ന് സമാപന ദിവസം സംഘനൃത്തത്തിൻ്റെ മത്സരം കൂടി അന്നേ ദിവസമാണ് നടക്കുക. അതിനുശേഷം സമാപന സമ്മേളനവും സമ്മാനദാനവും ഉണ്ടാവും. തുടർന്ന് തിരുവനന്തപുരം സൗവർണികയുടെ മണികർണിക എന്ന നമ്മുടെ ഒരു നാടകം, പ്രശസ്തമായ നാടകം, ചരിത്ര നാടകമാണ്. ഝാൻസി റാണിയുടെ കഥ പറയുന്ന
മണികർണിക എന്ന ചരിത്ര നാടകമാണ് അന്നേ ദിവസം നടത്തുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റനിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.